ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തിരുമേനി ഞങ്ങളെ കൈവിടരുത്. സാധ്യമല്ല. എന്റെ തൊഴില് മായം കാണിക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങ് നിഷേധിക്കുകയാണെങ്കിൽ ഇതുപോലെ മറ്റൊരാളുടെ അടുത്തേക്ക് ഞങ്ങൾക്ക് പോവേണ്ടി വരും. അത് നന്നായി കൽപ്പനെ. ഇതിപ്പോ നമ്മുടെ നിർബന്ധം കൊണ്ടല്ലോ നമ്പൂതിരിപ്പാട് വരുന്നത്. ഏട്ടത്തി പറഞ്ഞിട്ടല്ലേ. ഇനി മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളും ഇതുപോലെ തന്നെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യണം. ശരിയാ. ഈ കളിയില് നമുക്ക് കൈ നനയാനും പാടില്ല. നാളെ രാവിലെ തന്നെ ആ നമ്പൂതിരിപ്പാടിനെ പോയി കാണണം. തിരുമേനിക്ക് അറിയാവുന്ന തന്ത്രവിദ്യകളല്ല ഇവിടെ പ്രയോഗിക്കേണ്ടത്. ഞാനും ചെറിയമ്മയും കൂടി തീരുമാനിക്കുന്ന തന്ത്രങ്ങളല്ലേ? അതെ. എന്നാലേ നാളെ നേരത്തെ റെഡി ആയിക്കോ. ഇന്നത്തെ ദിവസം കൂടി പാവം അവള് സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ. അല്ലടൂ, എല്ലാവരും കൂടെ ഒരു മണ്ടത്തരം ചെയ്യാൻ തീരുമാനിച്ചില്ലേ? അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നതാ. അത് മണ്ടത്തരാണെന്ന് ആലോചിച്ചോണ്ടല്ലേ? ഒരു വീട്ടിൽ എന്തൊക്കെ പൂജകൾ നടക്കാറുണ്ട്. ഗണപതി ഹോമം, ആയുസിന് വേണ്ടി, അങ്ങനെ എന്തൊക്കെ പൂജകളുണ്ട്. അങ്ങനെ പൂജ നടത്തുമ്പോ ഒരു കുഴപ്പമുണ്ട്. അതിന്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന ആള് ഒരു ആത്മാവിന്റെ പേരിൽ രക്ഷപ്പെടും. അത്രേ ഉള്ളൂ. സ്വപ്നങ്ങളുമായിട്ടാ താൻ എന്റെ ജീവിതത്തിലേക്ക് വന്നത്. ഞാനാണെങ്കിൽ ഒരു നിമിഷം പോലും തന്റെ മനസ്സ് വേദനിക്കരുത്, ഒരു പ്രാവശ്യം പോലും തന്റെ കണ്ണ് നനയരുത് എന്ന് കരുതി നടക്കുക. ആ സമയത്താ എല്ലാവരും കൂടെ ഒരുക്കം. സങ്കടം തോന്നില്ല തനിക്ക്? ഇനി ഞാൻ സങ്കടപ്പെട്ട ദൈവം എന്നെ ചീത്ത പറയും. ഒന്നുമില്ലാത്തവളാ ഞാനെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ മുന്നിൽ കൈവപ്പി കരഞ്ഞിട്ടാണ് ഞാൻ. എന്തിന് എനിക്കൊരു അനാഥ ജന്മം തന്നു എന്ന് പറഞ്ഞ് വിങ്ങി പൊട്ടിയിട്ടുണ്ട്. അന്നൊന്നും എനിക്ക് ഉത്തരം കിട്ടിയിരുന്നില്ല. പക്ഷെ ആയുസിൽ ഇതുവരെ പ്രാർത്ഥിച്ചതിന്റെ കൂലിയായിട്ട് എനിക്കൊരു വലിയ അനുഗ്രഹം എന്റെ കൃഷ്ണൻ തന്നിട്ടുണ്ട്. നിനക്കത് പോരേന്ന് എന്നോട് ചോദിച്ചു. അത് മാത്രം മതിയെന്ന് ഞാൻ പറഞ്ഞു. അതെന്താ സംഭവം? ഞാൻ അറിയാത്തൊരു അനുഗ്രഹം. ആ അനുഗ്രഹത്തിന്റെ പേരാണ് വരുൺ. ഇതിനേക്കാളും നന്നായിട്ട് വേറെ ആരാ എന്നെ സ്നേഹിക്കുക? ഇതിനേക്കാളും നന്നായി വേറെ ആരാ എന്റെ കൂടെ നിൽക്കുക? എന്നിട്ട് ഞാൻ ഭഗവാന്റെ മുന്നിൽ ചെന്ന് പരാതി പറഞ്ഞാൽ ഭഗവാൻ എന്നോട് ചോദിക്കില്ലേ, നല്ല മനസ്സുള്ള ഒരു ആൺ ചെറുക്കനെ നിനക്ക് കൂട്ടായിട്ട് തന്നില്ലേ, അവൻ ജീവന്റെ ജീവനായിട്ട് സ്നേഹിക്കുന്നില്ലേ, എന്നിട്ട് എന്തിനാടി ഇങ്ങനെ പരാതിയും കൊണ്ടുവരുന്നതെന്ന്. പണ്ട് ഞാൻ ഒട്ടും ഭാഗ്യമില്ലാത്ത പെൺകുട്ടിയായിരുന്നു. ഇപ്പൊ നേരെ മറിച്ച. ഇപ്പൊ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള പെണ്ണ് ഞാനാ. അങ്ങനെ ഒരാളുടെ കൂടെ ജീവിക്കുമ്പോ ഞാൻ ഏത് ദുരാത്മാവ് വന്നാലും പേടിക്കില്ല. ദുഷ്ടതയുള്ള മനുഷ്യര് വന്നാലും ഞാൻ പേടിക്കില്ല. അതുപോലെ നന്നായി സംസാരിക്കാൻ പഠിച്ചു എന്റെ പെണ്ണ്. അതെന്താന്നറിയോ? ഇത്രയും ധൈര്യമുള്ള ഒരാളെ ചാരി നിൽക്കുന്നതിന്റെയാ. മനസ്സിലെ ധൈര്യം പരിശോധിക്കുകയാണെങ്കിൽ അതിപ്പോ കൂടുതലാ. ഞാൻ ഹാപ്പിയാ വരുൺ, ഒരുപാട് ഹാപ്പിയാ. അത് മതി. നമുക്ക് ചുറ്റും ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. അതിലൊന്നും താൻ മനസ്സോടയാതെ നിൽക്കുമെങ്കിൽ അതിനപ്പുറത്ത് എനിക്ക് വേറെ ഒന്നും വേണ്ട. ഇപ്പൊ തന്നെ എന്താ പറഞ്ഞത്? പേടി മറക്കുന്നത് എന്നെ ചാരി നിന്നിട്ടാണെന്നല്ലേ?
ആ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് തനിക്ക് ധൈര്യം തരാനേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും. ആ ദേ, അടങ്ങി ഒതുങ്ങി അവിടെ നിന്ന് അനുഗ്രഹം സ്വീകരിച്ചോണം കേട്ടല്ലോ. അപ്പോ ദുർമരണം നടന്ന ആത്മാവാണ് ഇതിന് കാരണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? ആ അതെ തിരുമേനി. രാധിക ഈ അടുത്ത് വരുണിന്റെ ഭാര്യയായി കണിമംഗലത്തേക്ക് വന്നതാ. അവളാ ഇതൊക്കെ ചെയ്യുന്നത്. അതിന്റെ തെളിവുകളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന തെളിവുകൾ സത്യമായി കൊള്ളണമെന്നില്ല. ആത്മാവിന്റെ മായക്കാഴ്ചകളെക്കുറിച്ച് അത്രമാത്രം അറിവുള്ളവരല്ലല്ലോ നിങ്ങൾ. തിരുമേനി, കുടുംബത്തിലെ ആത്മാവിന്റെ ശല്യം തീരണം. ഒപ്പം രാധിക എന്ന പെൺകുട്ടി കണിമംഗലത്ത് നിന്ന് ഇറങ്ങാൻ വേണം. അങ്ങ് ഞങ്ങൾക്കത് ചെയ്തു തരണം. അങ്ങാണ് പറയുന്നെങ്കിൽ ആർക്കും ഒരു സംശയവും തോന്നൂല. യഥാർത്ഥത്തിൽ തറവാടിനെ ഗ്രസിച്ചിരിക്കുന്ന ആത്മാവിനേക്കാൾ നിങ്ങളുടെ ആവശ്യം ആ പെൺകുട്ടി പുറത്തു പോകണം അല്ലേ? മറ്റൊരു മാർഗമില്ലാത്തോണ്ടാ അങ്ങയുടെ അടുത്തേക്ക് വന്നത്. ഞാൻ വരാം, കർമ്മങ്ങളും ചെയ്യാം. പക്ഷേ നിങ്ങൾ പറഞ്ഞത് വാസ്തവമല്ലെങ്കിൽ എനിക്ക് യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. തിരുമേനി, അവളുടെ ദേഹത്താ ബാധയെന്ന് തിരുമേനി എന്ന് പറഞ്ഞാൽ മാത്രം മതി. ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് വിട്ടേക്കൂ. അതിന് തിരുമേനിക്ക് എന്താന്ന് വെച്ചാ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാ. നമ്മുടെ മന്ത്രവിദ്യകൾ വില കൊടുത്താൽ കിട്ടുന്നതാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഞാനേ 1-2 പേരെ വിളിച്ചിരുന്നു. തിരുമേനിയെ നന്നായിട്ട് അറിയുന്നവരാ. എന്ത് സങ്കടം ഉണ്ടെങ്കിലും തിരുമേനിയോട് പറഞ്ഞാ മതിയെന്ന് അവര് പറഞ്ഞേ. തിരുമേനി ഞങ്ങളെ കൈവിടരുത്. സാധ്യമല്ല. എന്റെ തൊഴിൽ മായം കാണിക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങ് നിഷേധിക്കുകയാണെങ്കിൽ ഇതുപോലെ മറ്റൊരാളുടെ അടുത്തേക്ക് ഞങ്ങൾക്ക് പോവേണ്ടി വരും. ചിലപ്പോ ഞങ്ങൾ കൊടുക്കുന്ന 2 ലക്ഷം രൂപ കിട്ടാൻ അങ്ങനെ ഒരാൾക്കാകും വിധിയുള്ളത്. 2 ലക്ഷമോ? ഇങ്ങനെ ഒരു കർമ്മത്തിനോ?